ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഒരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ വരുന്ന ഒരാളെ കയ്യിൽ നിന്നും എടുത്ത ടിപ്പാണത്. അപ്പോൾ അതെന്താണെന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിലൊക്കെ സെറ്റ് സാരികളും സെറ്റ് മുണ്ടും അതേപോലെ തന്നെ കസവും മുണ്ടുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളതൊക്കെ അലക്കാനല്ലേ കൊടുക്കുന്നത്, നന്നായിട്ട് അലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വീട്ടിൽ അത് അവരെ അലക്കും പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു സൂത്രമാണ്. അപ്പൊ അത് ഞാനിപ്പോ പറഞ്ഞു തരാം. ഇത് ഞാൻ വീട്ടിൽ വരുന്ന അലക്കുകാരി ചേച്ചിയുടെ കയ്യിൽ നിന്നും ചോദിച്ച ഒരു ടിപ്പാണ്. അവരിങ്ങനെയാണ് അലക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് കാണാം. ഞാനിപ്പോ ഇവിടെ ഒരു ബക്കറ്റിലോട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് ഞാൻ കുറച്ച് നാരങ്ങാ നീര്, ഒരു അരമുറി നാരങ്ങാ നീരൊക്കെ എടുക്കാം. നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ സെറ്റ് സാരിയും കസവ് മുണ്ടും ഒക്കെ ആണെങ്കിൽ നമ്മൾ കഴുകാൻ നേരത്ത് ഒരിക്കലും ഡിറ്റർജൻ്റ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വീര്യം കൂടിയ വല്ലതും ഇട്ട് കഴിഞ്ഞാൽ തുണി പെട്ടെന്ന് ഡാമേജ് വരും. അതിലോട്ട് ഇനിയിപ്പം ഷാമ്പു ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഷാമ്പു തന്നെ ഒഴിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമ്പു ആകുമ്പോഴത്തേക്കും വീര്യം ഒത്തിരി കുറവാണ്. ഡിറ്റർജൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതിലൊക്കെ നല്ല കാരം ഉള്ളതുകൊണ്ട് തുണി പെട്ടെന്ന് ഡാമേജ് ആവും, ഫെയ്ഡാവും, കളറൊക്കെ ഫെയ്ഡാവും. അപ്പോൾ അതാ കണ്ട ഷാമ്പു ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒരു പദം മതി നമുക്ക്. ഇതിലോട്ട് ഞാനിതാ ഒരു മുണ്ട് മുക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ മുക്കി കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂറും 2 മണിക്കൂറും ഒന്നും ഇതിപ്പോൾ മുക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് മുക്കി വച്ചിരുന്നാൽ മതി. ഇത് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് അലക്കാം. ഇനി ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇതിപ്പം ഒരു 2 വെള്ളം വെറുതെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അങ്ങനെ പിടിച്ച് പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ അതിലുള്ള അഴുക്കും എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങ് ഞെക്കിയൊന്നും പിഴിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു 2 വെള്ളം ഒന്ന് പിഴിഞ്ഞാൽ മതി. ഇതിപ്പോൾ തേയില വെള്ളമാണ്. വളരെ ലൈറ്റായിട്ട് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തതാണ്. പഞ്ചസാരയൊന്നും ഇടാൻ പാടില്ല. ഇത്ര ഒരു ലൈറ്റായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഒരു കപ്പോളം ഉണ്ട് ഒഴിച്ചു. അപ്പം ഇതിലോട്ട് ഇനി നമ്മൾ കുറച്ച് കംഫോർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ കംഫോർട്ടും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിപ്പോൾ നന്നായിട്ട് ഒന്നിങ്ങനെ ഇങ്ങനത്തെ ഒരു ലൈറ്റ് കളറാവുന്നുണ്ടാകും. ഇനി ഇതിലോട്ട് ഈ തുണി അങ്ങ് മുക്കി വെക്കണം. മുക്കി വെച്ചാൽ ഇത് ഒരുപാട് നേരം മുക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 2 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ. ഒരു 2 മിനിറ്റിന് ശേഷം പിഴിഞ്ഞെടുത്ത് നമുക്ക് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. 1 മിനിറ്റ് ഞാൻ എടുത്തു. ഇനി ഇതിനെ നമുക്ക് വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അലക്കുകാർ ചെയ്യുന്ന ഒരു സൂത്രം. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തുണിക്ക് നല്ല ഒരു വെണ്മ കിട്ടുകയും ചെയ്യും. പെട്ടെന്നൊന്നും തുണിയൊന്നും ചീത്തായി പോകത്തില്ല. ഉണക്കിയെടുത്ത് അയൺ ചെയ്തൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും. വർഷങ്ങളോളം ഒരു കേടുപാടും ഇല്ലാതിരിക്കും. അവരങ്ങനെയാണ് നമുക്ക് തരുന്നത്. ശരിക്കും പലരും പല ടിപ്പ് ഉപയോഗിക്കും അലക്കുകാർ. അപ്പോൾ ഇവിടെ വന്ന ആൾ പറഞ്ഞ ടിപ്പ് ഇതാണ്. അവരിങ്ങനെയാണ് യൂസ് ചെയ്യാറുണ്ട്. തുണി നമുക്ക് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതാ തുണി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നല്ല പുത്തനായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.